എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. അസ്ട്രോളജി. അത് പഠിപ്പിക്കുന്നത് സോൺ ഗംഗാധരൻ എന്ന് പറയുന്ന സാറാണ്. സാറ് കൊല്ലത്താണ് വീട്. സാർ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. പ്രാർത്ഥനയ്ക്ക് ശേഷം സാറ് ക്ലാസ് ആരംഭിക്കുന്നതാണ്. ഈ ക്ലാസ് നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് TP അജയ്ലാൽ എന്നാണ്. ഇവിടെ പഠിക്കുന്ന ധാരാളം പേര് ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നാലും പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയും ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് മാത്രം സംശയങ്ങളൊക്കെ ചോദിക്കുക. അതിന് എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ അത് ക്ലിയർ ആയെങ്കിൽ ചോദിക്കാം. പക്ഷെ എന്നാലും പൊതുവെയുള്ള സംശയങ്ങളെല്ലാം ക്ലാസിന്റെ അവസാനം ചോദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്യുക. കാര്യം വെച്ചാലും മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതുകൂടി പറയുന്നത്. അപ്പം നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് ആരംഭിക്കും. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് എടുക്കുന്നതിനായിട്ട് സോൺ ഗംഗാധരൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് സോൺ ഗംഗാധരൻ. ഞാൻ കൊല്ലത്തിനുള്ളതാണ്. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഇന്ന് ഞാൻ KP ജ്യോതിഷത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇതാണ് പ്രൊഫസർ KS കൃഷ്ണമൂർത്തി. പ്രൊഫസർ KS കൃഷ്ണമൂർത്തിയുടെ ഐഡിയയാണ് KP ജ്യോതിഷം എന്ന് പറഞ്ഞാൽ KP ജ്യോതിഷം എന്ന് പറഞ്ഞത്. ഇപ്പൊ കൃഷ്ണമൂർത്തി പദ്ധതി എന്നാണ് അതിനകത്ത് അറിയപ്പെടുന്നത്. കൃഷ്ണമൂർത്തി പദ്ധതിയും പാരമ്പര്യ ജ്യോതിഷവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായാലും പ്രവചനങ്ങളിൽ എടുക്കുന്ന രീതിയാണ് രണ്ടിലുള്ളൊരു വ്യത്യാസം. പാരമ്പര്യ ജ്യോതിഷം നമ്മളെ ബർത്ത് ചാർട്ട് എടുത്തിട്ട് പുറമെ ഡിവിഷണൽ ചാർട്ടുകളും പിന്നെ മറ്റുള്ള പട്ടികകളും അതിൻ്റെ കൂടെ ഗ്രഹയോഗങ്ങളും എല്ലാം ഉപയോഗിക്കുന്നു. എന്നാൽ കൃഷ്ണമൂർത്തി പദ്ധതിയിൽ എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരമായി നിൽക്കുന്നത് ചുരുക്കം ചില നിയമങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വളരെ ചുരുക്കം നിയമങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. KPയിലെ രീതിയിൽ അടിസ്ഥാനം രണ്ട് പ്രധാന കാര്യങ്ങളാണ്. അതിന്റെ പ്ലാസിഡസ് ഡിവിഷൻ എന്ന് വെച്ചാൽ അൺഈക്വൽ അല്ലാത്ത പ്ലാസിഡസ് ഡിവിഷനും പിന്നെ നക്ഷത്രങ്ങളുടെ ഉപവിഭജനവും എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ലോഡിന്റെ സബ് ലോഡ്. KP ജ്യോതിഷം അറിയപ്പെടുന്നത് തന്നെ സബ് ലോഡ് തിയറി എന്നാണ്. നമുക്ക് കൃഷ്ണമൂർത്തി പദ്ധതിയിൽ പ്ലാസിഡസ് പദ്ധതിയിൽ ഭാവവിജനമായി പിന്തുടരുന്നത് ഈ രീതിയിൽ വ്യക്തിയും അതിന്റെ വ്യക്തി ജനിച്ച സ്ഥലത്തുള്ള ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിഷം ഈ KP ജ്യോതിഷ പ്രശ്നം നോക്കുമ്പോൾ ജ്യോതിഷം ഇരിക്കുന്ന സ്ഥലവും ആയിട്ടുള്ള കൃത്യത അക്ഷാംശവും രേഖാംശവും അനുസരിച്ചാണ് ജാതകം തയ്യാറാക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരാളുടെ ജാതകം ഉദാഹരണത്തിന് ജന്മസ്ഥലം കൊല്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് അത് ഓച്ചിറയാണ്. ഓച്ചിറയും കൊല്ലം തമ്മിൽ വേണ്ട 20 കിലോമീറ്റർ 25 കിലോമീറ്റർ 30 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പം KP ജ്യോതിഷത്തില് കഴിയുന്നതും നമുക്ക് ഇപ്പം സാധാരണ ഇപ്പോഴത്തെ ജനനമല്ല, ഇപ്പൊ കുട്ടികൾ ജനിക്കുന്നതെല്ലാം ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേരെടുക്കുന്നതാണ് ഏറ്റവും ലൊക്കേഷൻ എടുക്കുന്നതാണ് ഏറ്റവും കൃത്യത കിട്ടുന്നത്. പ്ലാസിഡസ് രീതിയിൽ 12 ഭാവങ്ങള് തുല്യ വലിപ്പമുള്ളതല്ല, ഈക്വൽ ഡിവിഷൻ അല്ല. ചിലപ്പോ 30 ഡിഗ്രിയിൽ കുറവായിരിക്കാം, ചിലപ്പോൾ 30 ഡിഗ്രി ആയിരിക്കാം, ചിലപ്പോൾ 30 ഡിഗ്രി കൂടുതലായിരിക്കാം. ചില സമയത്ത് ഒരു രാശിയിൽ തന്നെ 2 ഭാവങ്ങളും വരും.
ചിലപ്പോ ഒരു ഒരു രാശിയിൽ ഒരു ഭാവവും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. ഒരു രാശിയിൽ രണ്ട് ഭാവങ്ങൾ വന്നാൽ തൊട്ടടുത്തതോ അതിന് മുമ്പത്തോ രാശിയിൽ ആ ഭാവം വരാറില്ല. അതാണ് കൃഷ്ണമൂർത്തി പദ്ധതിയുടെ പ്ലാസ്റ്റിക് ഏറ്റവും ഒരു പ്രത്യേകത. KP ജ്യോതിഷത്തിൽ ഭാവഫലങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാനമായും ഭാവത്തിന്റെ സബ്ലോഡുകൾ, ഉപാസന്മാർ, അവ നിൽക്കുന്ന നക്ഷത്രത്തിനെ വെച്ചാണ് KP ജ്യോതിഷം പ്രവചനം നടത്തുന്നത്. ഒരു ഗ്രഹം ഏത് ഇപ്പൊ ഒരു ഭാവത്തിൽ ഒരു ഗ്രഹം നിന്നാൽ KP ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹമല്ല ഫലം തരുന്നത്, ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപൻ എവിടെ നിൽക്കുന്നോ ആ ഭാവം വെച്ചുള്ള ഫലങ്ങളാണ് തരുന്നത്. KP ജ്യോതിഷത്തിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാവത്തിനാണ് KP ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാശികാരകത്വവും ഗ്രഹകാരകത്വവും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഉദാഹരണത്തിന് കല്യാണത്തിന് ശുക്രനാണ് കാരകൻ. പക്ഷെ KP ജ്യോതിഷത്തില് ഏഴാം ഭാവമാണ് കല്യാണത്തിന്റെ കാരകഭാവം. അപ്പൊ ഏഴാം ഭാവം പോസിറ്റീവായിട്ട് തരുന്ന ഏത് ഗ്രഹമാണോ ആ ഗ്രഹമാണ് അവിടെ കല്യാണം തരുന്നത്. അതാണ് KP ജ്യോതിഷത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരു ഗ്രഹം നിൽക്കുന്ന ആ നക്ഷത്രത്തിന്റെ ഏത് സബ്ലോഡിലാണോ എന്ന് നോക്കിയിട്ടാണ് അത് ഫലം തരുന്നത്. അപ്പൊ സബ്ലോഡുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് 12 രാശികൾ, 12 ഭാവങ്ങൾ. 12 ഭാവങ്ങളിൽ ചിലപ്പോ പറഞ്ഞ കണക്ക് എല്ലാ രാശിയിലും ഓരോ ഭാവങ്ങൾ കാണാം. ചിലപ്പോൾ എല്ലാ രാശിയിലും കാണണമെന്നില്ല. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഭാവത്തിന്റെ സ്ഫുടം എവിടെയാണോ നിൽക്കുന്നത് ആ ഭാവസ്ഫുടത്തിന്റെ സബ്ലോഡ്, ഉപാധിപൻ എന്ന് വെച്ചാൽ, ഉപാധിപൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തിന് നമ്മൾ സാധാരണ നവാംശം വെച്ച് 104 ഭാഗങ്ങളാണ്. അതേ സമയത്ത് KP ജ്യോതിഷത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു നക്ഷത്രത്തിനെ അവർ 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 9 ആയിട്ട് വിഭാഗിച്ച്. ഓരോ വിഭാഗവും ഈക്വൽ അല്ല, അസമമായ ഡിവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാവത്തിന് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് അശ്വതി എന്ന് പറഞ്ഞാൽ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വിംശതി ദശയുടെ ദശയുടെ ആ പട്ടികയിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അശ്വതി. അപ്പൊ അശ്വതിയുടെ കാരക ഗ്രഹം എന്ന് വെച്ചാൽ കേതുവാണ്. അപ്പൊ അപ്പൊ നമ്മൾ ഗ്രഹനില നമ്മൾ ദശ നോക്കുമ്പോൾ ഇപ്പം ദശ കേതുവാണെങ്കിൽ അപ്പൊ അതിന്റെ പ്രത്യന്തര ദശ എന്ന് പറയുന്നത് കേതുവിലാണ് തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു 13 ഡിഗ്രിയുള്ള നക്ഷത്രത്തിനെ നമ്മൾ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120-ൽ 7 വർഷം എത്ര ഉണ്ടോ അതുപോലെ 13 ഡിഗ്രിയിൽ എത്ര വർഷം വരുമെന്ന് കണക്കാക്കുന്നു. അപ്പം ശുക്രനാണെങ്കിൽ 20 വർഷം. അപ്പോ 13 ഡിഗ്രിയിൽ 120 ഡിഗ്രിക്ക് 20 വർഷം എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്കാക്കുന്നു. അപ്പൊ ഓരോന്നും പല ഭാവങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു ഭാവം നോക്കുമ്പോൾ ആദ്യം നോക്കുന്ന ഭാവത്തിന്റെ സബ്ലോഡ് എവിടെ നോക്കും. ഉദാഹരണത്തിന് ഒരു അശ്വതി നക്ഷത്രത്തില് ആദ്യത്തെ 3.5 ഡിഗ്രിക്കകത്താണ് ഒരു ഗ്രഹം നിൽക്കുന്നതിന്, അല്ല ഭാവം നിൽക്കുന്നതിന് അപ്പൊ അതിന്റെ സൈൻ ലോഡ് എന്ന് വെച്ചാൽ രാശി ലോഡ് കുജനും അതിന്റെ നക്ഷത്ര ലോഡ് കേതുവും. അപ്പൊ ആദ്യത്തെ 3.5 ഡിഗ്രിക്കകത്ത് ഏറ്റവും ആദ്യമുള്ള ഒരു ഡിഗ്രിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ സബ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതു തന്നെ വരും. കേതുവിന്റെ 7 വർഷത്തെ ദശാ പീരീഡിനനുസരിച്ചുള്ളത് മാറുമ്പോൾ മാത്രമേ ശുക്രൻ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള 2.5 മിനിറ്റിനകത്ത് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതലാണ് 2.5 മിനിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അത് അങ്ങനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നവാംശമാണെങ്കിൽ എല്ലാം ഈക്വൽ ഡിവിഷനാണ്, എല്ലാം 3 ഡിഗ്രി 20 മിനിറ്റ് വെച്ച് പോകുന്നു. അതേസമയത്ത് സബ്ലോഡില് സബ്ലോഡിനെ തിരിച്ചിരിക്കുന്നത് ഒരു നക്ഷത്രത്തിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 27 × 9 243 ഡിഗ്രി സബ് ഡിവിഷൻ കിട്ടി. അതേസമയത്ത് കാർത്തിക നിൽക്കുന്നത്
ആദ്യത്തെ പാദം മേടത്തിലും പിന്നെ 3 ഭാഗം ഇടവത്തിലുമാണ്. അതേസമയം സബ്ലോഡ് വരുമ്പോൾ കാർത്തികയുടെ ഒരു സബ്ലോഡിന്റെ ഡിവിഷൻ തന്നെ 2ആയിട്ട് വരുന്നു. അതിലൊരു ഭാഗം മേടത്തിലും വരും, മറ്റേ ഭാഗം ഇടവത്തിലും വരും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈൻ ലോഡ് മാറും. രാശി ലോഡ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് വരുമ്പം മേടത്തിൽ വരുമ്പോൾ കുജനും ഇടവത്തിൽ വരുമ്പോൾ നമുക്ക് ശുക്രനും വരുന്നു. അപ്പം അത് രണ്ടിന്റെ ആദ്യം നോക്കുമ്പോൾ ആദ്യം ആ ഒരു ഡിഗ്രി ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ അത് അങ്ങനെ ഒരു ഈ നമ്മൾ എന്താണ് ഈ ഇങ്ങനെയുള്ള 6 പാദങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ 6 വെച്ച് 9 എണ്ണം, 6 എണ്ണം ഈ 2 എണ്ണം വെച്ച് ഈ അത് മാറി വരുമ്പോഴാണ് നമുക്ക് ഒരു 6 എണ്ണം കൂടെ നമ്മളത് ഈ കണക്ക് കൊടുക്കും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ള കാൽക്കുലേഷൻ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് തരാം. അപ്പോൾ 249 സബ് ഡിവിഷനാണ് ഇതിലുള്ളത്. ഓരോ ഡിവിഷന്റെയും അതിന്റെ അധിപൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ ഏത് ഗ്രഹമാണോ ആ ഗ്രഹമാണ് അതിന്റെ അധിപൻ. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു കാര്യം നോക്കുമ്പോൾ ഒന്നാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, അത് നേരത്തെ പറഞ്ഞാൽ അശ്വതിയുടെ ഏറ്റവും ആദ്യം നിൽക്കുകയാണെങ്കിൽ അത് രാശിലോട് കുജനും നക്ഷത്രലോട് രാഹുവും കേതുവും സബ് ലോഡ് എന്ന് പറയുന്നത് രാഹുവും വരും. അത് കഴിഞ്ഞ് ശുക്രൻ വരും, അത് കഴിഞ്ഞ് സൂര്യൻ വരും, അത് കഴിഞ്ഞ് ചന്ദ്രൻ വരും, അത് കഴിഞ്ഞ് ചൊവ്വ വരും, രാഹു, വ്യാഴം, ശനി, മെർക്കുറി, ബുധൻ എന്ന രീതിയിൽ അത് തിരിഞ്ഞു പോകും. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ ആ രാശി എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് നക്ഷത്രം അതിന്റെ നക്ഷത്രം ഏതാണെന്ന് നോക്കിയിട്ടാണ് നക്ഷത്രം ഏത് നിൽക്കുന്നു ആ ഭാവം വെച്ചിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് റിസൾട്ട് പറയുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ രാശി 12 ഭാവങ്ങളിലും സബ്ലോഡുകൾക്ക് നിശ്ചയ സ്ഥാനം, ആ സ്ഥാനങ്ങളിൽ നക്ഷത്രാധിപനായ 9 ഗ്രഹങ്ങളുടെ അധീനതയിൽ വരുന്നു. വേദിക് ജ്യോതിഷത്തിൽ 108 നവാംശങ്ങളെ പോലെ KP ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളുടെ 249 സബ്ലോഡുണ്ട്, അല്ലെങ്കിൽ ഉപാധിപന്മാരുണ്ട്. അത് നോക്കിയാണ് ഫലം പറയുക. അതിനാൽ കൃത്യമായ പ്രവചനത്തിന് ഓരോ ഭാവത്തിനെയും സബ്ലോഡ് വഴിയുള്ള 9 ഗ്രഹങ്ങളുടെ ഭാവകാരകത്തെ നമ്മൾ നോക്കും. എനിക്കിവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് KP ജ്യോതിഷം ആമുഖമായിട്ടും അടിസ്ഥാനമായിട്ടും എന്താണെന്ന് പറയുക. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അതിന്റെ നിയമങ്ങൾ, പിന്നെ സബ്ലോഡ് തിയറി, അത് എങ്ങനെയാണ് സബ്ലോഡിന്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയും. പിന്നെ റൂളിംഗ് പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നം നോക്കുക, നമ്മൾ ലഗ്നവും ചന്ദ്രനും നോക്കുന്നത് പോലെ ഇതിനകത്ത് റൂളിംഗ് പ്ലാനറ്റ്സ് ഉണ്ട്. ചന്ദ്രന്റെ രാശിലോടും ചന്ദ്രന്റെ നക്ഷത്രലോടും ചന്ദ്രന്റെ സബ്ലോഡും ഏതെന്ന് നോക്കുന്നു. പിന്നെ ലഗ്നത്തിന്റെ രാശിലോടും ലഗ്നത്തിന്റെ നക്ഷത്രലോടും സബ്ലോഡും എടുക്കുന്നു. ഇത് 6ആയി. പിന്നെ ആ ദിവസത്തിന്റെ അധിപൻ, തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രൻ, ഞായറാഴ്ചയാണെങ്കിൽ സൂര്യൻ. ഈ 7 എണ്ണമാണ് റൂളിംഗ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ റൂളിംഗ് പ്ലാനറ്റ്സും പിന്നെ ശുഭഭാവങ്ങളും അശുഭഭാവങ്ങളും. ജ്യോതിഷത്തില് ഒരു ഗ്രഹവും നീ അശുഭനുമല്ല ശുഭനുമല്ല. അത് എവിടെ നിൽക്കുന്നോ, ഏത് ഭാവത്തിൽ നിൽക്കുന്നോ, ഏത് അശുഭഭാവത്തിൽ നിൽക്കുന്നോ, ഏത് ശുഭഭാവത്തിൽ നിൽക്കുന്നോ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും ഓരോ ഗ്രഹങ്ങളും തരുന്നത്. പിന്നുള്ളത് ഒരു ഭാവങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ഹൗസസ്. ഇപ്പൊ ഉദാഹരണത്തിന് വിവാഹത്തിന്റെ ആദ്യത്തെ പ്രൈമറി സിഗ്നിഫിക്കൻസ് 7-ാം ഭാവമാണ്. പിന്നെ അതിന്റെ കൂടെ 2-ഉം 11-ഉം. 2 എന്ന് പറഞ്ഞാൽ കുടുംബവും ഫാമിലിയും, 11 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും. ഇത് വെച്ചിട്ട് ഇത് 3-ന്റെയും സബ്ലോഡ് നോക്കി ആ സബ്ലോഡ് ഏത് നക്ഷത്രത്തിൽ ഇരിക്കുന്നു നോക്കി അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് വിവാഹത്തിനൊരു ഗ്രഹങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, 2, 7, 2, 11. കുട്ടികളുടെ ജന്മത്തിനാണെങ്കിൽ അത് 5, 2, 11. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്താന ഭാഗം, 2 എന്ന് പറഞ്ഞാല്
ഫാമിലി 11 എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം. ഇത് മൂന്നുമാണ്. അതുപോലെ വിദ്യാഭ്യാസം 4-ാം ഭാവമാണ് വിദ്യാഭ്യാസം എടുക്കുന്നത്. 4-ാം ഭാവം അത് 4, 11, 6 ഈ 3 ഭാവം നോക്കും. 9-ാം ഭാവം ഹയർ എഡ്യൂക്കേഷൻ എടുക്കാറുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾക്കും അതിൻ്റെതായ ഗ്രൂപ്പിംഗ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓരോ ഭാവങ്ങൾക്കും അതിന്റെ അധിപൻ എവിടെ നിൽക്കുന്നോ, ആവത്തിൽ ആര് നിൽക്കുന്നോ, ആ ഭാവത്തിൽ ഇരിക്കുന്നതും ആ അധിപനും ഏത് നക്ഷത്രങ്ങളിൽ നിൽക്കുന്നോ അതെടുത്തിട്ടാണ് അതിന്റെ ഏത് ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ബലമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നത്. അത് സിഗ്നിഫിക്കേറ്റേഴ്സ്, ഹൗസ് സിഗ്നിഫിക്കേറ്റേഴ്സ്. അടുത്തത് പ്ലാനറ്റ്സിന്റെ സിഗ്നിഫിക്കേറ്റേഴ്സ്. പിന്നെ ഒരു 4 സ്റ്റെപ്പ് തിയറി ഉണ്ട്. ആ 4 സ്റ്റെപ്പ് തിയറി ഇതാണ് അടുത്തത്. പിന്നുള്ള KP-യിലെ നാഡി സിഗ്നിഫിക്കേറ്റേഴ്സ്, KP-യിൽ ഗ്രഹങ്ങളുടെ നാഡി സിഗ്നിഫിക്കേറ്റേഴ്സ്. പിന്നുള്ളത് പുനർഭൂദോഷം KP ജ്യോതിഷത്തിൽ ഉള്ളത്. അത് ആകെ ഒരു യോഗം അതിനകത്ത് പറയുന്നത് മറ്റു പുനർഭൂദോഷം മാത്രമാണ് KP-യിൽ ഒരു യോഗമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ എടുക്കാറില്ല. പിന്നുള്ളത് ഫോർച്യൂണ, ഭാഗ്യത്തിന്റെ ലൊക്കേഷൻ എവിടെയാണ്. പിന്നെ 1 മുതൽ 12 ഭാവങ്ങളുടെ വിശകലനവും ഫലപ്രവചനവും. അത് കഴിഞ്ഞ് ടൈമിംഗ് ഓഫ് ഈവൻസ്, പ്രധാനപ്പെട്ട ടൈമിംഗ് ഓഫ് ഈവൻസും ട്രാൻസിറ്റ് ഗോചരവും. പിന്നുള്ളത് KP-യുടെ പ്രശ്ന ജ്യോതിഷം, KP ഹൊറാറി. അതും പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പ്രശ്നം. ഇത് ഇത്രയാണ് ഞാൻ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സർ. സാർ, ഇതിന് വിവാഹ പൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ KP ജ്യോതിഷത്തിൽ? ഉണ്ട്. അത് അതിൻ്റെതായ സബ്ലോഡ് വെച്ചുള്ള പൊരുത്തം ചെയ്യുന്നുണ്ട്. സബ്ലോഡ് വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ നക്ഷത്രം നോക്കുന്നതിന് പകരം അത് സബ്ലോഡ് 2 പേരുടെയും 2-ന്റെയും 7-ന്റെയും 11 ആ ഗ്രൂപ്പിന്റെ സബ്ലോഡ് നോക്കിയിട്ട് അത് തമ്മിലുള്ള ചേർച്ചയും അത് ശുഭനാണോ അശുഭനാണോ നോക്കിയിട്ടാണ് പൊരുത്തം നോക്കുന്നത്. നീ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സാർ എന്റെ പേര് വിജയൻ എന്നാണ്. സാർ ഈ പ്രശ്നത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമത്? ഇതില് സാധാരണ പ്രശ്നത്തിൽ നമ്മള് നമ്പർ എടുക്കാറുണ്ട്. 108 വരെ നമ്പർ എടുക്കാറുണ്ട് ഇല്ലേ? 108 നമ്പർ എടുത്തിട്ട് അത് ഏത് ഭാവമാണെന്നോ ഏത് നവാംശമാണെന്നോ നോക്കിയിട്ട് നമ്മൾ പ്രശ്നം വെക്കാറുണ്ട്. അതുപോലെ ഇവിടെയും 249 വരെയുള്ള നമ്പറിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ 249 നിങ്ങൾക്ക് ഫാൻസി നമ്പർ ഇല്ലാത്ത നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്പർ തരിക. ആ നമ്പർ വരുമ്പോൾ നമുക്ക് അവിടുത്തെ 249 ലഗ്ന ഭാവങ്ങളുണ്ട്, ലഗ്നസ്ഫുടങ്ങളുണ്ട്. അപ്പൊ അത് ഏത് ലഗ്നസ്ഫുടത്തിൽ വരുന്നോ അത് ലഗ്നമായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഫലം പറയും. മറ്റത് നമ്മൾ കവടി നിരത്തുകയാണെങ്കിൽ കവടി വെച്ചിട്ട് നമ്മൾ ഏത് രാശി എന്ന് കണ്ടുപിടിക്കും. പക്ഷെ ഇത് രാശിയല്ല, രാശിയിലെ സബ്ലോഡിന്റെ പൊസിഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചിലര് നവാംശത്തിന്റെ പോയിന്റ് എടുക്കാറുണ്ട്. പക്ഷെ ഇത് 249 ഡിവിഷനിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ വെച്ചാണ് നമ്മൾ KP-യിൽ പ്രശ്നം പറയുന്നത്. ഒരു ഉദാഹരണത്തിൽ ഒരു നമ്പർ പറഞ്ഞു. ആ നമ്പറിൽ നേരത്തെ പറഞ്ഞ കണക്ക് അശ്വതിയിൽ ആദ്യത്തെ സബ്ലോഡാണെന്ന് നോക്കുന്നു കേതു. അപ്പൊ കേതു എവിടെ നിൽക്കുന്നു നോക്കുന്നു. അപ്പൊ ആ കേതു നമ്മുടെ ചോദ്യത്തിന്റെ ഭാവകാരകത്വം നോക്കിയിട്ട് അത് എവിടെ നിൽക്കുന്നു അത് സംഭവം പറയാം. അപ്പൊ അതിനുള്ളൊരു ഗുണം എന്ന് വെച്ചാല് നമുക്ക് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള, കുറച്ചുകൂടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പോയിന്റ് നമുക്ക് കിട്ടുന്നു. ഒരു രാശിക്കകത്ത് നിൽക്കുന്നതിലും ഫലം ഒരു നക്ഷത്രത്തിന്റെ ഒരു പാദത്തിൽ നിൽക്കുന്നതിലും അതിലും കുറച്ചുകൂടെ നമ്മൾ
കുറച്ചുകൂടെ ലഘൂകരിച്ച് പോയിന്റ് കൊണ്ടുവരുന്നത്. അതാണ് ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ്. സാർ ഇതിന്റെ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണോ ഇതിന്റെ കാൽക്കുലേഷൻസ്? അപ്പൊ ഏത് സോഫ്റ്റ്വെയർ പെയ്ഡ് ആണോ ഫ്രീ സോഫ്റ്റ്വെയർ ആണോ? പെയ്ഡ് അല്ലാത്ത സോഫ്റ്റ്വെയർ ഉണ്ട്, പെയ്ഡ് ഉള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ പല പെയ്ഡ് അല്ലാത്ത സോഫ്റ്റ്വെയറിലും നമുക്ക് ഇതിനുള്ളൊരു പ്രോബ്ലം വെച്ചാൽ നല്ല സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിന് സബ്ലോഡ് മാറിപ്പോകും. ഇപ്പം ഒരു കല്യാണത്തിന് ശുക്രനാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്ന, അല്ലെ 7ാം ഭാവത്ത് സൂചിപ്പിക്കുന്ന ശുക്രനാണ് പകരം 6ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവാണ് വരുന്നതെങ്കിൽ ഫലം മാറി. ആ ഒരു അതിനാണ് നമ്മൾ നമ്മൾ ജ്യോതിഷം നോക്കി ജാതകം നോക്കുന്നതിന്റെ കൂടി KP പ്രശ്നം കൂടെ എടുക്കും. എന്ത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ പ്രശ്നം വെക്കുന്ന കണക്ക് തന്നെ നമ്മൾ. അപ്പൊ ഒരാളുടെ ഒരു ബർത്ത് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം കറക്റ്റ് പറയാക്കത്തില്ല, അത്ര കറക്റ്റ് ആയിട്ട്. അപ്പൊ അതാണ് ആരും ഈ D150 D60 പോകാത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയം കിട്ടാത്തതുകൊണ്ടാണ്. കറക്റ്റ് സമയം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യണം. അതിന് പകരമാണ് നമ്മൾ പ്രശ്നം ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ തന്നെ KP-യിലും KP പ്രശ്നവും ജാതകവും കൂടെ വെച്ചിട്ട് ഇപ്പൊ കല്യാണത്തിന്റെ എടുക്കണം, ഇതെടുത്തിട്ട് മറ്റേതിൽ ആ പ്രശ്നത്തിൽ എന്ത് പറയുന്നു, അത് ഇവിടെ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ജാതകത്തിൽ കാണിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഫലം പറയാം. അപ്പൊ ഈ റെക്ടിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ടല്ലേ? ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു നല്ല പണിയാണ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ പ്രശ്നം ജ്യോതിഷത്തിലോട്ട് പോകുന്ന കാര്യം അതാണ്. ഓക്കെ. ചെയ്യാം, പക്ഷെ എന്നാലും ചിലർ പറയാറുണ്ട് എനിക്ക് രാവിലെയാണോ വൈകിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ചിലപ്പോൾ രാവിലെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് റൂളിംഗ് പ്ലാനറ്റ്സ് കിട്ടും. നമ്മൾ ഞാൻ 7 റൂളിംഗ് പ്ലാനറ്റ്സ് പറഞ്ഞു. ലഗ്നത്തിന്റെ രാശി അധിപനും നക്ഷത്രാധിപനും സബ്ലോഡിന്റെ അധിപനും ചന്ദ്രന്റെ രാശ്യാധിപനും നക്ഷത്രാധിപനും ഉപാധിപനും പിന്നെ ആ ദിവസത്തെ ലോഡും ഇത് ഇത്രയും വെച്ചിട്ട് നമ്മൾ പ്രശ്ന ജ്യോതിഷത്തിൽ പ്രശ്നം വെക്കാറുണ്ട്. അപ്പൊ ഒരു സാധാരണ ഒരു ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ വരുമ്പോ ആ തരുന്ന ആളുടെ ഇത് ലഗ്നവും ചന്ദ്രനും നമ്മളെ ഈ റൂളിംഗ് പ്ലാനറ്റ്സിനകത്ത് വരണം, അല്ലെങ്കിൽ അതിന് അടുത്തായിട്ട് വരണം. അങ്ങനെ അടുത്തായിട്ട് വിടുമ്പോൾ നമ്മൾ ആ നിൽക്കുന്ന അങ്ങോട്ടുള്ള സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ജ്യോതിഷത്തിൽ. പിന്നെ നമ്മൾ ഫലങ്ങൾ, അയാളുടെ ജീവിതത്തിൽ സംഭവം, കല്യാണം, കുഞ്ഞുങ്ങളുണ്ടായത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരുടെ മരണം, അത് വെച്ചിട്ട് ആ സമയം വെച്ചിട്ട് നമുക്ക് ആ ഭാവം വെച്ചിട്ട് അതിന്റെ സബ്ലോഡ് നമുക്ക് മാറ്റിയെടുക്കാം. അത് നമുക്ക് സമയം കൺസ്യൂംഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരു നമ്പർ ചോദിച്ചാൽ ഒറ്റ ക്വസ്റ്റ്യൻ, നമ്മൾ പ്രശ്ന ജ്യോതിഷത്തിൽ വരുമ്പോൾ 249 നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കഴിയുന്നതും ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് രണ്ടാമത്തെ ഹൊറാറി നമ്പർ തരാൻ പറയണം. അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത. ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യം പറയരുത്. ഒരാൾ ചോദിക്കുന്നു എന്റെ മോന്റെ കല്യാണം എന്താവും, അവന്റെ ജോലി എന്താവും. അപ്പൊ അത് നമ്മൾ രണ്ടായിട്ട് തന്നെ എടുക്കണം. കല്യാണത്തിന് ഒരെണ്ണം, രണ്ട് നമ്പറായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാറുണ്ട്. ഓക്കെ. ഇതിന്റെ കൂടെ ഞാൻ നോട്ട്സ് തരുന്നതാണ്. എല്ലാ ദിവസത്തെയും നോട്ട്സ് സാറ് തരും. കഴിയുന്നതും വീഡിയോ തരാൻ ശ്രമിക്കാറുണ്ട് സാറ്. ഇനിഷ്യലി പഠിക്കുമ്പോ സോഫ്റ്റ്വെയർ വാങ്ങേണ്ട കാര്യമില്ലല്ലേ? ഇപ്പൊ അത് ഇല്ലല്ല, അത് തൽക്കാലം ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരാം. നമസ്കാരം. ഓക്കെ. അത് അവര് ചിലപ്പോൾ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അവർ ചാർജ് ചെയ്ത് കളയും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം സാധനമുണ്ട്. അത് വെച്ച് ചെയ്യാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാന് അജയകുമാർ, KA കുമാർ എന്നാണ് എൻ്റെ വിഷന്. അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ജ്യോതിഷത്തിന്റെ പ്രാരംഭ പഠനകാലത്താണ് കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 2 ക്ലാസ്സുകൾ നമ്മൾ ഈ കോഴ്സിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് കരുതുന്നു. അതെ. പക്ഷെ ഞാൻ അങ്ങനെ നമുക്ക് എടുക്കാനുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അല്ല, ഞാൻ സംശയം ചോദിച്ചോട്ടെ, എൻ്റെ വിവരക്കുറവാണെങ്കിൽ ക്ഷമിക്കണം. പറയൂ.
നമുക്ക് ഇത് ഇപ്പം ഈ പറഞ്ഞ ഒരു ഭാഗം ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്നായിട്ട് എന്നെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇത് ഭയങ്കര ഗഹനമേറിയ കാര്യമാണ് എന്ന്. അതായത് ജ്യോതിഷം പോലെയുള്ള എന്ന് പറയുന്നതേ ഗഹനമാണ്. ജ്യോതിഷം എന്ന് പറയുന്നതേ ഗഹനമാണ് അല്ലേ? അതെ, അങ്ങനെ ആകുമ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് സാധ്യതയുള്ള ഒരു കോഴ്സിനെ പഠിക്കാനാണല്ലോ കോഴ്സ്. അതെ അതെ അപ്പോൾ ഇത് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയപ്പാടോടെ വലിയൊരു കടലിന്റെ അടുത്ത് തിരമാല കണ്ട് പേടിച്ച് വീട്ടിലേക്ക് പോണ ഒരു അവസ്ഥ വരുന്നുണ്ടെന്ന് പറയുമായിരുന്നേ. അല്ല, ഞാനത് ചോദിക്കട്ടെ, നമ്മുടെ വേദിക് ജ്യോതിഷമാണെങ്കിലോ അപ്പോഴും വേദിക് ജ്യോതിഷത്തിലെ ഗ്രഹയോഗങ്ങളും 10-18 പിന്നെ നമ്മുടെ വർഗ ചാർട്ടുകൾ നോക്കുമ്പോൾ പേടി വരാറില്ലേ? ഇതിനകത്ത് അതൊന്നുമില്ല. അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സാറിന്റെ വളരെ ഗഹനമേറിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതിന്റെ ഒരു പ്രാരംഭം തൊട്ടുള്ള ഒരു പരിപാടി ആയിരുന്നുവെങ്കിൽ ഇത്രയോടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നൊരു അഭിപ്രായം. എന്താണ് പ്രാരംഭം എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ല. എന്തോ എന്താണ് പ്രാരംഭം എന്നെന്താണെന്ന് മനസ്സിലായില്ല. അത് എനിക്കറിഞ്ഞുകൂടാ. കാരണം നിങ്ങളല്ലേ ഗുരുക്കന്മാരൊക്കെ. അതായത് ജ്യോതിഷം പഠിക്കുന്ന ഒരാൾക്ക് പ്രാരംഭമായിട്ട് തന്നെ തരുന്നത്. പക്ഷെ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകത്ത് പഠിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എടുക്കുന്നതും പ്രാരംഭമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് എടുക്കുന്നതും രണ്ടും വ്യത്യാസം. എന്ന് വെച്ചാൽ ഞാനിപ്പം പഠിച്ച ആൾക്കാര് നമ്മള് ഇതിന്റെ പ്രാഥമികമായ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവര് ബോറടിക്കും, അവർക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു അടിസ്ഥാനമായിട്ടുള്ള ജാതകത്തിന്റെ അറിവുള്ളവർക്കായിരിക്കാം ഈ ഒരു ക്ലാസ്. വേണമെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ സാറുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അതിന് വേറെ ക്ലാസ് നോക്കാം. അത് സാറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കാം, അതിനനുസരിച്ച് ആൾക്കാരുണ്ടെങ്കിൽ. ഇതാണെങ്കിൽ അതാണ് അങ്ങനെ അഡ്വർടൈസ് ചെയ്തത്. പ്രാഥമികമായിട്ട് അറിയാമെങ്കിൽ പാവകാരകത്വങ്ങളും രാശികാരകത്വങ്ങളും ഗ്രഹകാരകത്വങ്ങളും അറിഞ്ഞിരുന്നാൽ ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പൊ അതില്ലാതെ ഒരു ജ്യോതിഷവും നടക്കത്തില്ല. ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ഭാവകാരകത്വവും രാശികാരകത്വവും ഗ്രഹകാരകത്വമാണ്. അത് മൂന്നും പഠിച്ചവർക്ക് അറിയാവുന്നവർക്ക് എളുപ്പമാണ് കൊണ്ടുപോകാൻ. ഇതിന് സപ്പോർട്ടുകൾ ഞാൻ തരുന്നതാണ്. ഓരോന്നിനുള്ള സപ്പോർട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇതിന്റെ പുറകെ തരുന്നത്. ഇതിന്റെ കാരകത്വങ്ങളുടെ നോട്ട്സ് തരാം, അത് വായിച്ച് പഠിച്ചാൽ മതി. മറ്റുള്ള എന്തിന്റെയും നോട്ട്സിൽ കൂടെ ഞാൻ പവർ പോയിന്റിലാണ് ഞാൻ എന്റെ ക്ലാസ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ നോട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് തരാൻ തയ്യാറാണ്. ഹലോ സാറേ, എന്റെ പേര് ത്യാഗരാജൻ എന്നാണ്. ഞാൻ ഈ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ശാസ്ത്രങ്ങളാണ് ഞാൻ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഈ ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കോ ഇല്ലേ എന്നുള്ളത് നമ്മള് ഗ്രഹങ്ങള് ഏതാണ് കാരകൻ, അതുമായിട്ട് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പിന്നെ ഈ KP അസ്ട്രോളജിയില് പ്ലാനറ്റ് ഏതെങ്കിലും ഒരു സ്റ്റാറിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റാറിന്റെ നാഥന്റെ ഫലങ്ങളൂടെ ആ പ്ലാനറ്റ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് KPയിൽ. അല്ലല്ല, അതിന്റെ ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് അതിന്റെ നക്ഷത്രത്തിന്റെ നാഥൻ തന്നെയാണ്. നിങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ നവാംശം ചെയ്യാറില്ലേ? അതുപോലെയുള്ള ഇതും അതേ നമ്മൾ നവാംശം ഉപയോഗിച്ചല്ലാതെയാണ് ഒരു നല്ല പെർസെന്റേജ് ജ്യോതിഷരും നമുക്ക് ഫലം തരുന്നത് ഇല്ലേ? 12 കാളം വെച്ച് തന്നെ ഫലം പറയുന്ന ഒരുപാട് പേര് നമുക്കറിയാം. 12 ഫലം മാത്രം. പിന്നെ നവാംശം വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ വരിക. പക്ഷെ നമ്മൾ കേരളത്തില് വർഗ ചാർട്ടുകൾ ഉപയോഗിച്ച് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതേസമയത്ത് നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ വർഗ ചാർട്ടാണ് കൂടുതൽ അവർ ഉപയോഗിച്ച് പറയാറുണ്ട്. അപ്പൊ അത് അത്രത്തോളം പോകുമ്പോൾ നമ്മുടെ കൃത്യത പെർസെന്റേജ് കൂടും. സാധാരണ നമ്മൾ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് 40 അല്ല 60% ആയിരിക്കും അതിനകത്ത് നമ്മൾ കൃത്യത വരുന്നത്. വർഗ ചാർട്ടുകൾ വരുമ്പോൾ അതിന്റെ പെർസെന്റേജ് കൂടും. അതുപോലെയാണ് ഇതിലും നമ്മൾ ഇതിന്റെ സബ്ലോഡിലോട്ട് പോകുമ്പോൾ നമ്മൾ സബ്ലോഡ് എടുത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ പെർസെന്റേജ് കൂടുന്നു. അതാണ് ഫലത്തിന്റെ വ്യത്യാസം വരുന്നത്. നമ്മൾ ഫലം എല്ലാവർക്കും ഏത് ജ്യോതിഷം എടുത്താലും ഫലം ഏതോ ഒന്നാണ്.
പക്ഷെ അത് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കുമ്പോൾ അത്രയും നല്ല കൃത്യതയുടെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അതാണ് വ്യത്യാസം. ഇപ്പം KP അല്ലെ സാധാരണ വേദിക ജ്യോതിഷത്തിലായാലും നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഗ്രഹനില വെച്ച് പറയുന്നതും നവാംശം വെച്ചെടുത്ത് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പെർസെൻറ്റേജിൽ അല്ലേ. നമുക്ക് 60% നമുക്ക് 80ആണ്. ഇത്രയും പോവുകയാണെങ്കിൽ നമുക്കത് 99 100 വരെയൊക്കെ ആക്കുന്ന ആൾക്കാരാണ് അല്ലേ. അത് നമ്മുടെ മിടുക്കാണ്. അവിടെയാണ് നമുക്ക് ഈ ജ്യോത്സ്യന്റെ മിടുക്കെന്ന് പറയുന്നത് അവിടെയാണ്. ദൈവാധീനം മാത്രമല്ല ജ്യോത്സ്യന്റെ മിടുക്ക് അതുകൂടെ അവിടെയാണ്. ജ്യോത്സ്യന് അത്രത്തോളം മിടുക്ക് കാണിക്കണമെങ്കിൽ ഇതെല്ലാം അറിയാമെങ്കിൽ ജ്യോത്സ്യനെ പഠിക്കുക. അപ്പൊ അതാണ് പണ്ട് സംസ്കൃതം ഉണ്ടായിരുന്നപ്പോ നമുക്ക് അങ്ങനെ എളുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കത്തില്ല. സാറേ ഈ സംസ്കൃതം അറിയാത്തതാണ്. സാറേ ഈ ദശാക്രമങ്ങൾക്ക് വല്ല വ്യത്യാസം വല്ലതും ഉണ്ടോ? ദശാക്രമങ്ങൾ ദിശ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ദിശ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഉപാധിപന സബ്ലോഡിനെ കണ്ടുപിടിക്കുന്നത്. ഇതാണ് വേദജ്യോതിഷത്തിൽ KP ജ്യോതിഷത്തിന്റെ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വേദജ്യോതിഷത്തിൽ നമ്മൾ പ്രധാനമായിട്ട് അവലംബിക്കുന്ന കാര്യങ്ങൾ രാശിയും ഭാവവും ദൃഷ്ടിയുമാണ്. അതൊന്ന് മ്യൂട്ട് ചെയ്യോ വിനേഷ്, അതൊന്ന് മ്യൂട്ട് ചെയ്യോ. പിന്നുള്ളത് ഭാവം. ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാശിയാണ് ഭാവമായിട്ട് പലരും എടുക്കുന്നത് പൊതുവെ. അല്ലെങ്കിൽ നമ്മൾ ചിലത് ചാട്ടെടുക്കുമ്പോൾ അസമഭാവവും എടുക്കാറുണ്ട്. അതേസമയത്ത് KP ജ്യോതിഷത്തിൽ പ്ലാസിഡസ് ഭാവമാണ് എടുക്കുന്നത്. പ്ലാസിഡസിന്റെ ഭാവചലിത ചാർട്ടാണ്. അയനാംശം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്ന ലഹരി അയനാംശമാണ്. അതേസമയത്ത് KP കൃഷ്ണമൂർത്തി ഉപയോഗിച്ചിരിക്കുന്നത് KP അയനാംശം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ കണ്ടുപിടിച്ചൊരു അയനാംശമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം 6 മിനിറ്റാണ്. പിന്നുള്ളത് സംഭവങ്ങൾ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ യോഗങ്ങൾ വെച്ചാണ് വേദിക ജ്യോതിഷത്തിൽ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ കർശനമായും ഭാവങ്ങളുടെ കാരകത്വവും ഭാവസ്ഫുടങ്ങളുടെ നിയമങ്ങളും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ടൈമിംഗ് വരുന്നത് ദശയും ട്രാൻസിറ്റ് ഉപയോഗിക്കാറുണ്ട്. അതേസമയത്ത് ഇതിനകത്താണെങ്കിൽ ദശയും അന്തർദശയും പ്രത്യാന്തർദശയും ഗോചരവും പിന്നെ സംഭവത്തിന്റെ പ്രശ്ന സമയത്തിന്റെ ലഗ്നവും ആ റൂളിംഗ് പ്ലാൻസ് എടുത്താണ് നമ്മൾ KP ജ്യോതിഷത്തിൽ ചെയ്യുന്നത്. ഇതാണ് ആ വ്യത്യാസം. പഠിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഹലോ ഹലോ ശരി സാർ. ഹലോ പറയൂ സുമേഷ് കുമാർ പറയൂ. ഹലോ 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 സാറേ ശരി. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ സാർ. അതെ ഓക്കെ. ഇത് കണ്ടുപിടിക്കുന്നതിന് സാധാരണ ജ്യോതിഷത്തെക്കാൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരുമോ? നമുക്ക് ചാർട്ട് ഉണ്ട്. നമുക്ക് ഗ്രഹനില കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഭാവത്തിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് അതിന് 249 ചാർട്ട് ഏത് ചാർട്ട് എന്ന് എടുക്കുക, കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്കറിയാവുന്ന ജ്യോതിഷത്തിന്റെ കാര്യത്വങ്ങൾ വെച്ച് നമുക്ക് പറയാം. കണ്ടുപിടിക്കാൻ ആ ഒരു നമുക്ക് പ്ലാസ്റ്റിക് സിസ്റ്റത്തിൽ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. അത് നല്ല നല്ല ചാർട്ടാണെങ്കിൽ അതാണ് എൻ്റെ എനിക്കറിയാവുന്ന ഒരു ഓൺലൈൻ ചാർട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ. അത് എത്രത്തോളം അത് ഫ്രീ ആയിട്ട് നിൽക്കുമെന്ന് പറയാൻ ഒക്കത്തില്ല. എന്തായാലും ഇപ്പം അത് വളരെ കൃത്യമായിട്ട് നമുക്ക് നമുക്ക് പിന്നെ ഒരു സ്ഥലം എടുക്കുമ്പോൾ ആ സമയം സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ആ ലൊക്കേഷൻ കിട്ടും നമുക്ക് ചെയ്യാനായിട്ട്. അതാണ് ആ സോഫ്റ്റ്വെയറിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സാറേ മറ്റ് സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം സാർ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ് അടുത്ത തിങ്കളാഴ്ച അല്ലേ? എല്ലാ തിങ്കളാഴ്ച ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. സമയം 11:45 11:45 തൊട്ട് 12:45 വരെ 1 മണിക്കൂർ ആയിരിക്കും ക്ലാസ്. മാസത്തിൽ 4 ക്ലാസ് ആണ് ഉള്ളത്. അങ്ങനെ ഏകദേശം 8 മാസമാണ് നമ്മൾ സമയം വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ബേസിക് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പിന്നെ ബേസിക് ക്ലാസ്സുകൾ വേറെ നമ്മുടെ ഇവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ബേസിക് ക്ലാസ്സിനകത്ത് അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, അതിന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമ്മളിന്നിപ്പോൾ ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത തിങ്കളാഴ്ച 11:45 ക്ലാസ്. നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെ ലിങ്ക് മറ്റു കാര്യങ്ങളെല്ലാം വരും. ഈ ക്ലാസ്സിന്റെ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ ആ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, നമസ്കാരം. താങ്ക് യു സാർ. നമസ്തേ. നമസ്തേ സാർ. താങ്ക് യു സാർ. നന്ദി സാർ.